Okay. Okay. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuh. സലാം അടക്കിയില്ലല്ലോ. എയ്സ പുതിയ സ്റ്റുഡന്റ് ആട്ടോ, പുതിയതല്ല, നമ്മൾ വേറൊരു ബാച്ചിൽ നിന്ന് ഇതിലോട്ട് വന്നതാണ്. ഇനി എയ്സ ഇവിടെ ഉണ്ടാവും കേട്ടാ, നിങ്ങളെ കൂടെ ഉണ്ടാവും. പേഴ്സണലി വിളിച്ച് പരിചയപ്പെട്ടോളേണ്ടിട്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇമാദ് അമീർ വന്നല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ നമ്മുടെ ബുക്ക് എടുക്കട്ടെ കേട്ടാ. ഇന്ന് നമുക്ക് പുതിയത് പഠിക്കണം കേട്ടോ, ഇൻഷാ അല്ലാ. യൂണിറ്റ് 3 യൂണിറ്റ് 2 എല്ലാവരും വർക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടാ. ഓക്കെ, യൂണിറ്റ് 2 തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല, യൂണിറ്റ് 3 ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, എളുപ്പമാണ്. യൂണിറ്റ് 2 ആയിരുന്നു ഒത്തിരി പണി. ഇത് എളുപ്പമാണ് കേട്ടാ. അപ്പൊ ആരൊക്കെ വന്ന? എയ്സ ഒന്ന്. എയ്സ യൂണിറ്റ് 2 വായിച്ചു തന്നിട്ടില്ല അല്ലേ? ഐറിൻ ഇന്ന് ലീവാണ്, ഐറിന് പനിയെന്ന് പറഞ്ഞിരുന്നു. സൈനൊക്കെ എവിടെ പോയി? ഇതിപ്പോ എത്ര പേജ് വരെ ആയിട്ടുണ്ട്? അത് ഞാൻ യൂണിറ്റ് 2 കഴിഞ്ഞു, യൂണിറ്റ് 3 ആണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ഈ യൂണിറ്റ് 2 അപ്പൊ ഈ 16, 17 ഒക്കെ എഴുതിപ്പിക്കണോ? ഓ, പഠിച്ചു കഴിഞ്ഞില്ലേ? അതല്ല, ഇവള് വെനസ്ഡേ ക്ലാസ് ഇപ്പോഴാണല്ലോ, ഇന്നാണല്ലോ കയറണേ. ആയിക്കോട്ടെ, ഒക്കെ ഒന്ന് തന്നെയാണ്, എല്ലാ ബാച്ചിലും ഒന്ന് തന്നെ പഠിപ്പിക്കുന്നത്. അതല്ല ചോദിക്കണം, അത് ആ പേജസ് അപ്പൊ 21 വരെ എഴുതിപ്പിക്കണോ? സാവധാനം എഴുതിയാൽ മതി. 2 വീക്ക് ഉണ്ട്, കാരണം ഈ വീക്കിൽ അവർക്ക് ഒന്നും എഴുതാനില്ല. പുതിയ 2 അക്ഷരം പഠിക്കല്ലേ. പുതിയ 2 അക്ഷരം പഠിക്കുമ്പോൾ അതുകൊണ്ടുള്ള വേർഡ്സുകൾ പഴയ അക്ഷരം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അവർക്ക് അതൊന്ന് റിവിഷൻ ആവും. പുതുതായിട്ട് 2 അക്ഷരം പഠിക്കും. പക്ഷെ ഈ വീക്ക് എഴുതാനില്ല. ഇൻഷാല്ല അടുത്ത വീക്കും അടുത്ത ഇനിയിപ്പോ അഥവാ ഉണ്ടെങ്കിൽ തന്നെ 2 പേജേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ ഞാൻ പേഴ്സണലി ഒന്ന് വരാന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ എല്ലാരോടും പേഴ്സണലി വരുന്നുണ്ട്, അവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇതാക്കാൻ. കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു യൂണിറ്റ് ആയിരുന്നു 2. സെൽഫിന്റെ എല്ലാവരൊക്കെ നന്നായി വായിച്ചു തന്നു കേട്ടോ. ഇനി സാവധാനം അങ്ങനെ ഓരോ പേജ് 2 വീക്കിന്റെ ഉള്ളിലായിട്ട് എഴുതിച്ചാൽ മതി. ഒന്ന് അദ്നാൻ അല്ല സൈൻ അല്ലേ? സൈന് പല്ലുവേദനയാ? അയ്യോ, പല്ല് പോയാ? ചെറുങ്ങനെ ആടുമ്പത്തേക്കിനും ഭയങ്കരമായിട്ട് കരയുന്നു മാം. ഏയ്, അത് പ്രശ്നമില്ല, അത് ക്ലാസ്സിൽ ഇരുന്ന മാറിക്കോളും. പല്ലുവേദന ഒന്നും പ്രശ്നമില്ല. അത് വല്ലാണ്ട് വേദനയാണെങ്കിൽ ആ പല്ലെടുത്ത് തന്നെ കളഞ്ഞാൽ മതി. അല്ല പിന്നെ നമ്മളോട് കളി. അത് സാരമില്ല, അത് ഉമ്മച്ച് കാണാതെ ആ പല്ലിനെ എടുത്താൽ മതി കേട്ടോ. കുഴപ്പമില്ല, അത് സാരമില്ല. അതെ, പുതിയ പല്ല് വരാനാണ്, നല്ല അടിപൊളി പല്ല് വരും. ഓക്കെ, പല്ലൊന്നും വരും, അത് ചെറിയ വേദന, സാരമില്ല കേട്ടോ. വല്ലാണ്ട് സംസാരിക്കണ്ട കേട്ടോ. എന്നാ ക്ലാസ് കേട്ടാൽ മതി. ഇന്ന് പുതിയത് എടുക്കണ്ട നമുക്ക്, ഇൻഷാ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ പുതിയ പാഠത്തിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും എയ്സിനോട് പറഞ്ഞു കേട്ടല്ലോ. അതായത് അതുപോലെ വർക്ക് എഴുതണം കേട്ടോ, കുറേശ്ശെ ഒരുമിച്ച് വേണ്ട, കുറേശ്ശെ ഓരോ പേജായിട്ട് എഴുതി അയക്കുക കേട്ടോ. എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വായിക്കണം. വായിച്ച് കുറേശ്ശെ ഇങ്ങനെ എഴുതിയിട്ട്
ഓരോ പേജായിട്ട് അയച്ചാലും മതി കേട്ടോ. യൂണിറ്റ് 1 കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അതും ചെയ്യണം. അതായത് 7, 8, 9, 10 പേജൊക്കെ. അതുപോലെ സബത്ത, നബത്ത അതൊക്കെ പഠിച്ചില്ലേ ഫസ്റ്റ്, അത് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് 2 17, 18, 21 വരെ ഉണ്ട് തോന്നുന്നു. ഇനി ഇൻഷാല്ല ഈ ആഴ്ച അടുത്ത ആഴ്ചയൊന്നും നിങ്ങൾക്ക് വല്ലാണ്ട് എഴുതാനില്ല കേട്ടോ. ഈ ആഴ്ച നമുക്ക് 2 പുതിയ ലെറ്റർ പഠിക്കണം, എളുപ്പമുള്ള ലെറ്റർ കേട്ടോ. എഴുത എന്താ എഴുതുന്നേ? എഴുത ഇപ്പൊ എഴുതല്ല മോളെ, ഇപ്പൊ സ്ക്രീനിൽ നോക്കിട്ടോ. എല്ലാവരും ബുക്കൊക്കെ എടുത്ത് വെച്ച് സ്ക്രീനിൽ നോക്കി. എഴുത കേൾക്കുന്നില്ല ഞാൻ പറയുന്നേ? എന്റെ ഇത് ഓഫാണോ? അല്ലല്ലോ, കേൾക്കുന്നില്ല ഫാത്തിമ? ആ ഐറിൻ, പനിയാ? പനി സുഖായ? അൽഹംദുലില്ലാ. ഓക്കെ, വെയ്യെങ്കിൽ ക്ലാസ് കേട്ടാ മതി കേട്ടോ. ഓക്കെ, നമുക്കിപ്പോ ബിസ്മില്ല. നമ്മൾ അതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മളിപ്പോ ബാ പഠിച്ചില്ലേ? ബാ അകാരട്ടപ്പോ ബാ വായിച്ചു, ഇകാരട്ടപ്പോ ബി വായിച്ചു, ഉകാരട്ടപ്പോ ബൂ ഊ ആയിട്ട് വായിച്ചു. ഇനി നമുക്ക് ഒരാളെയും കൂടി ഇട്ടാലോ? ഇതെന്താ? സ്മാൾ സർക്കിള് മുകളിലിട്ടാല് നമ്മള് ബ് 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 വായിക്കൂട്ടോ. പുതുതായിട്ട് നമ്മൾ പഠിക്കുന്നൊരു അത് അതായത് നമുക്ക് വിശദമായിട്ട് അതിന്റെ പേരുകളൊക്കെ പിന്നീട് പഠിക്കും കേട്ടോ. അപ്പോൾ പഠിച്ച ആളുകൾക്ക് അറിയാം ഇത് സുക്കൂനാണ്. സെയിൻ അറിയുണ്ടാവും അല്ലേ? സുക്കൂൻ. നമ്മൾ അകാരം വികാരം എന്നൊക്കെ പറയണെങ്കിൽ ഹ്രസ്വം എന്നാ പറയാ. മറ്റേ ആരാണ് ഐജിൻ വന്നല്ലോ. അകാരം വികാരം ഉകാരം പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വം എന്ന് അതിന് പറയാം. ഒരു പൂജ്യം, മലയാളത്തിൽ പൂജ്യം എന്നറിയില്ലേ? ഒരു കുഞ്ഞു പൂജ്യം. ഓക്കെ, ഇമാദ്, അമീറ, എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ബിസ്മില്ല. നമ്മളിന്ന് ഇങ്ങനെ ഒന്ന് സ്മാൾ സർക്കിൾ ഇട്ടിട്ട് അതെങ്ങനെയാണ് വായിക്കുക എന്നാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന് ബ് വായിക്കുക. അതിന് വേറൊരു ലെറ്ററിനോട് ചേർത്ത് എഴുതുമ്പോൾ കൂടുതൽ മനസ്സിലാവും. എന്താണ്? നാന്റെ കൂടെ എഴുതുമ്പോൾ ഇതെന്ത് വായിക്കും? നബ്. എന്താണ്? നബ്. പറഞ്ഞേ. ഓഡിയോ ഓൺ ആക്കണം കേട്ടോ. സുഖമില്ലെങ്കിൽ ഓഡിയോ ഓൺ ആക്കണ്ട, അല്ലെങ്കിൽ ഓൺ ആക്കിയാൽ മതി. ഐറിന് പനിയാണ്. ഇൻഷാല്ല പെട്ടെന്ന് സുഖാക്കി തരട്ടെ പഠിച്ചാൻ കേട്ടാ. ഇൻഷാ അല്ലാ. ഓക്കെ, ആമീൻ. ഓക്കെ, അപ്പോ ഇതെന്ത് വായിച്ചു? നബ് വായിച്ചു അല്ലേ? അതേപോലെ നമ്മള് താ, തീ, തൂ പഠിച്ചില്ലേ? മുകളിൽ 2 ഡോട്ട് ഇട്ട് താ. എന്നിട്ട് നമ്മള് ഇതുപോലെ ഒരു സ്മാൾ സർക്കിൾ ഇട്ടാൽ എന്ത് വായിക്കും? ഓക്കെ, അതിന്റെ ഇപ്പുറത്തെ ഒരു ഞാട്ടിട്ട് വായിച്ചു തരാം. ഇത് നബ്, ഇത് അല്ല, അവിടെ എത്തിയിട്ടില്ല. ഞാൻ വായിക്കുന്നത് എഴുതി തരുന്നത് വായിക്കട്ടോ. ഇതെന്ത് വായിക്കും നമ്മള്? നട്സ്. നട്സ്. ഓക്കെ, നമ്മളിപ്പോ ബൈറ്റ്സ് എന്നൊക്കെ പഠിക്കുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെയാണ് ഉച്ചരിക്കുക കേട്ടോ. ബൈറ്റ്സ് അല്ലെങ്കിൽ നട്സ്. അതേപോലെ നമ്മള് സൂ. ഐസിന് ഞാൻ അയച്ച ഗിഫ്റ്റ് ഇന്നാണോ മോൻ കണ്ടത്? വാട്സപ്പിൽ അയച്ചു തന്നിരുന്നില്ലേ? അത് ഇന്നാണോ കണ്ടേ? ഓക്കെ, ശരിക്കും അയച്ചു തന്നിട്ടില്ല. എനിക്കറിയില്ല എന്താ വായിച്ചു തന്ന അന്ന് അയച്ചു കൊടുത്തതായിരുന്നു. ഓക്കെ, അത് ഇന്നാണ് എവിടെ എത്തിയെന്ന് എനിക്ക് തോന്നി. ഓക്കെ, പോട്ടെ, സാരല്ല. പുതിയ സ്റ്റുഡന്റ് ഉണ്ടല്ലോ ഇവിടെ. സ്റ്റുഡന്റ് എയ്സ എന്നെ ചോദിച്ചറിയണോക്ക. ഐസിന് ആര് വന്നാലും ചോദിച്ചറിയും. നെസ്, എന്താ അത് വായിക്കാം? നെസ്. പുതിയ സ്റ്റുഡന്റ് അല്ല, ആള് വേറെ ബാച്ചിലുള്ള സ്റ്റുഡന്റ് ആണ്. അപ്പൊ ആ ദിവസങ്ങളിൽ പറ്റാത്തത് കാരണം ഈ ക്ലാസ്സിൽ നിങ്ങളെ കൂടെ കയറിയതാട്ടോ. ഇനി നിങ്ങൾ ഫ്രണ്ട്സ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോ നബ്, നറ്റ്സ്, നെഫ്. എന്താ വായിക്ക? നെഫ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ബാ, ബി, ബു, താത്തി. പിന്നെ എന്ത് പഠിച്ചിരുന്നു? നാ അല്ലേ? അപ്പൊ നാ, നീ, നൂ.
ഓക്കെ. അപ്പൊ ഇൻ ഇൻ ഈ കുട്ടി പറയണെങ്കിൽ ഇൻ. അപ്പൊ നമ്മള് ബാന്റെ കൂടെ അതിന് എഴുതിയാല് ബൻ. എന്താ ഉച്ചരിക്ക? ബൻ. ബൻ ബൻ. ആ ബൻ ബി ആണെങ്കിൽ ബിൻ. ബിൻസ് എന്നൊക്കെ വായിക്കാം അങ്ങനെ കേട്ടോ. ബൻ ബിൻ. ബൻ ആ ബിൻ. ആ ബുൻ ആണെങ്കിൽ ബുൻ. ഓക്കെ, വെരി ഗുഡ്. ആ ബിൻ, ബുന്ന് ബുൻ, ബൻ. ആ അങ്ങനെ. ഇമാത് അല്ല ശ്രദ്ധിക്കട്ടെ, എല്ലാരും ശ്രദ്ധിക്കുക. നബ് ഫാത്തിമ മനസ്സിലാവുന്നില്ല? ഇനി വായിക്കുമ്പോ കൂടുതൽ മനസ്സിലാവും കേട്ടോ. നഫ് ആ നസ്, നബ്, നസ്, നസ്, നബ്. ബൻ. നെക്സ്റ്റ് ഓക്കെ. ആണ് ആ യാ ഈ യു യ. യ്. ആ വാ ആയിക്കോട്ടെ. വാ. എവിടെ ഹസൻ? ഇല്ലേ? എനിക്ക് എല്ലാരും ഒന്നും കാണുന്നില്ല കേട്ടോ. ഹസൻ അവിടെ ഇല്ലേ? ഒന്ന് വായിച്ചു വാ വിടട്ടെ അടുത്ത്. വി വു വ്. ആ വാ വി വു വ്. വ് എന്ന് പറയുമ്പോ നമുക്ക് അത്ര ക്ലിയർ ആവില്ല. നമ്മൾ അതിന്റെ മുമ്പിൽ ഒരു അക്ഷരം ഇട്ട് പറയുമ്പോ മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയണെങ്കിൽ എന്താണ്? സൗ. സൗ. അതിന്റെ അപ്പൊ ഒന്ന് പുതിയ പഠിക്കുമ്പോ ഇതൊക്കെ പഠിക്കാനുണ്ട്. സൗ. സ് സ് സൗ. നല്ല സൗ. സ് അപ്പൊ ഞാന്റെ കൂടെ എഴുതണമെങ്കിൽ നൗ. ഞാന്റെ കൂടെ സ എഴുതണമെങ്കിൽ നൗ. ഓക്കെ, നോ. നൗ. ആ അപ്പൊ താന്റെ കൂടെ എഴുതണമെങ്കിൽ തൗ. അങ്ങനെയാണ് വായിക്കുക കേട്ടോ. ഓക്കെ, അമ്മയ്ക്ക് മനസ്സിലായി തോന്നുന്നു. ബൗ ഇനി നമ്മള് വേർഡ്സുകൾ തൗ കൂടുതൽ മനസ്സിലാവും കേട്ടോ. പൗ ഓക്കെ, നൗ. അങ്ങനെ തന്നെ നൗ. നമുക്കൊരു ഓക്കെ യാ സ്റ്റുഡന്റ് ഈ ഉണ്ട് യു നൗറ. യ. നൗറ. നൗറ എന്നൊക്കെ അങ്ങനെ എഴുതാം കേട്ടോ. ഇതെന്താ എഴുതുക? യാ ഈ യു യു. ഇത് എഴുതാന ഇങ്ങനെ ഇങ്ങനെ എഴുതണമെങ്കിൽ ഇതാ ബ ബൈ. 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 ഇവിടെ ഞാൻ എഴുതിയ ബൈന. ബൈന. ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ എന്നർത്ഥം. ബൈന ഒരു വേർഡായില്ലേ? ഇവിടെ ഇതൊന്ന് വായിച്ചു നോക്കിയാ. ബൈന. ബൈ. ഇമാത് ശ്രദ്ധിക്ക്. ബൈന. ബൈ. ഓക്കെ, ബൈ. ഇനി നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, എത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇനി ഒന്നും കൂടി ഇത് കാണിച്ചു തരാം കേട്ടോ. ബൈ. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഇതെന്താ വായിക്ക? നബ്. എന്താണ്? നബ്. വായിച്ച എല്ലാരും? നബ്. നബ്. വെരി ഗുഡ്. നട്സ്. 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 ഓക്കെ. നസ്. എന്റെ ഹെൽപ്പ് വായിച്ചോ? കേൾക്കുന്നില്ലേ? ബൻ. ബൻ. നാക്കിന്റെ മുകളിൽ പൂജ്യം ഇട്ടാല് നബ്. അല്ല ബൻ. ബൻ. ഇതിന് സുക്കൂൻ എന്നാ പറയാട്ടോ. സുക്കൂൻ. അതിന്റെ പേരൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ. അപ്പൊ ബൻ. ഓക്കെ. ഇതെന്താണ്? നൗ. നമുക്ക് സ്റ്റുഡന്റ് ഉണ്ട് നൗർ. നൗറ. അവളുടെ പേരൊക്കെ എഴുതുമ്പോ ഇങ്ങനെ എഴുതും. നൗ. ഇത് സൗ. ഇത് ബൈ. ബൈന. ബൈന. ഓക്കെ. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വേറെ 2 ലെറ്റർ പഠിക്കാം കേട്ടോ. പുതിയ ലെറ്റർ നമ്മള് പുതിയ ലെറ്റർ പഠിക്കാം. പുതിയ ലെറ്റർ പഠിക്കുന്നതിന് മുമ്പ് അത് പറഞ്ഞു തരുന്നു മാത്രം കേട്ടോ. ഓക്കെ. ഓക്കെ. എനിക്കറിയാം പുതിയ ഇനി ശ്രദ്ധിക്കട്ടോ. പുതിയ ലെറ്റർ ഈസാനാണോ മാം? പറഞ്ഞുതരാം. അതാ നോക്കിയേ. ബിസ്മില്ലാ. പുതിയ ലെറ്റർ നമ്മള് ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ് പഠിച്ചില്ലേ? അതുപോലെ ഹാഫ് സർക്കിൾ ഇടുന്നതാണ് പിന്നെ പുതിയ ലെറ്റർ. അതായത് നമ്മളിപ്പോ റൗണ്ട് ഇങ്ങനെയല്ലേ? നമ്മൾ ഇങ്ങനെയല്ലേ നമ്മള് റൗണ്ട് പഠിച്ചത് ക്ലോക്ക് വൈസ്. അപ്പൊ അതിന്റെ പകുതി ലെറ്റർ ഉണ്ടാവുക. പകുതി ഹാഫ് ആക്കാം. ഓക്കെ. സി ആണ് പക്ഷെ ബിഗ് ലെറ്ററാ. അത് കഴിഞ്ഞിട്ട് ആ സെയിം സി പക്ഷെ ടോപ്പിലൊന്ന് ഡോട്ടും കൂടി ഉണ്ട്. ഓക്കെ. സീനൊന്ന് തിരിച്ചിട്ടു. നമ്മള് ഹാഫ് സർക്കിൾ ഇട്ടു അല്ലേ? ഫുൾ സർക്കിൾ ഒഴിവാക്കിയിട്ട് ഹാഫ് സർക്കിൾ ഇട്ടു. അതിന്റെ മുകളിൽ നമ്മള് അകാരം ഇട്ടു. അപ്പൊ എന്താ വായിക്ക? ദ. എന്താണ്? ദ. 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 എളുപ്പല്ലേ? എഴുതണ മനസ്സിലായോ? ഇങ്ങനെ. അപ്പൊ നമ്മള് 12ൽ നിന്ന് 3ലോട്ട് വന്ന് 6ലോട്ട് വന്നിട്ട് ശരിക്കും അത് ദാലത്താണ്. അപ്പൊ ഇതാരാ? ഇതാരാ നോക്ക്.
ഇങ്ങോട്ട് നോക്കുക. അപ്പൊ ഇതാരാ? അതാണ് താ. ആ പിന്നെന്താ താന്ന് പറയുന്നത്? ഇത് ദ. ഓക്കെ, അതിന്റെ താഴെ ഇകാരിട്ടാല് ദി. ഓക്കെ, ഇനി എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ 12ൽ നിന്ന് 3 വന്ന് 6 വന്ന് അവിടെ നിർത്തിട്ടോ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇതെന്താണ്? ദു. ഓക്കെ, അപ്പൊ നമുക്കതിനെ ഒരു സ്മാൾ സർക്കിളും കൂടി ഇട്ട് കൊടുത്ത് നോക്കുക. ദ്. ഓക്കെ, ദ് ദ് ബ് പറഞ്ഞ പോലെ ദ്. ഓക്കെ, ഇനി നമുക്ക് അതിനൊന്ന് നീട്ടി കൊടുക്കണം. ദാ നീട്ടണം. അപ്പൊ നമ്മൾ അകാരിട്ടിട്ട് പിന്നെ ഏതക്ഷരം എഴുതുക? ഫാത്തിമ പറഞ്ഞേ. ഫാത്തിമ, ഈ ദാന ദാ നീട്ടാൻ ഏതക്ഷരം എഴുതുക? എന്താണ്? അലിഫ്. വെരി ഗുഡ്. ആ വെരി ഗുഡ്, അലിഫ്. ആ അപ്പൊ അലിഫ് ഇട്ടപ്പോ ദാ വായിച്ചു അല്ലേ? ഇനി നമ്മള് ഇതാക്ക് ഇകാരിട്ടിട്ട് ഇകാരത്തെ നീട്ടണം. ഹസൻ, ഹസൻ പറഞ്ഞേ. ഈ ഇതാക്ക് ഇകാരിട്ട് ദീ വായിച്ചു. ഇതിനൊന്ന് നീട്ടിക്കേ. ദീ വായിക്കണമെങ്കിൽ ഏത് എഴുതുക? ഏത് ലെറ്റർ എഴുതുക? യാ, വെരി ഗുഡ്. ആ വെരി ഗുഡ്. ദീ, വെരി ഗുഡ്. ഇനി നമുക്ക് ഉകാരിട്ടിട്ട് അതിനെ നീട്ടാൻ ഏതക്ഷരം എഴുതുക? വെരി ഗുഡ്. ആ ഇസ, വെരി ഗുഡ്. ആ വാവിട്ട് കൊടുത്താൽ നമ്മൾ അതിനെ ദൂ വായിക്കും അല്ലേ? മറ്റേ ഇപ്പം പോയാ സൈന്? അപ്പൊ എളുപ്പായില്ലേ ഇപ്പൊ അറബി പഠിക്കല്? എളുപ്പായില്ലേ? മുമ്പ് പഠിച്ച ഓരോരുത്തർ എങ്ങനെ വെച്ചു കൊടുത്താൽ മതി അല്ലേ? പക്ഷെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളൊരു അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ച അക്ഷരം വെച്ചിട്ട് വേർഡ് ഉണ്ടാക്കി പഠിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കും കേട്ടോ. അപ്പോ സൈന് പോയി തോന്നുന്നുണ്ട് അല്ലേ? അവന് പല്ലുവേദന എന്ന് പറഞ്ഞില്ലേ? ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ ഒന്ന് ചെറുതാക്കട്ടെ. മറ്റേ സാധനല്ലേ? ഉം. എനിക്കറിയാതോ ഓൾറെഡി. അടുത്തത് റായല്ലേ? കാണിച്ചു കൊടുക്കാൻ റാ പഠിക്കാം. ആദ്യം ദാനൊന്ന് ശരിക്കും പഠിക്കണ്ടേ? ദാന്റെ കുറച്ച് പ്രത്യേകതകൾ പഠിക്കണം. അപ്പോഴത്തേനും എന്തായി? ഞാൻ ഇപ്പൊ സൈനെ തെരഞ്ഞു വന്നപ്പോഴത്തേനും ഇതിന്റെ സ്ക്രീനൊക്കെ മാറിപ്പോയി. ഇനി ഇതൊന്ന് ശരിയാക്കട്ടെ കേട്ടോ. സൈന അവിടെ ഉണ്ടോന്ന് ശരിയായി. അപ്പൊ ഇത് ദാ ദീ ദൂ. ഇമാദ്, നിങ്ങള് ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയോ ആവുന്നുണ്ടല്ലോ. അങ്ങനെ കളിക്കല്ല കേട്ടാ. ബാക്ക്ഗ്രൗണ്ട് ഒന്നും മാറ്റി കളിക്കല്ലേ. എന്തെങ്കിലും ഓഡിയോ ഓഫ് ചെയ്യുന്നേ? എയ്സ, ഓഡിയോ ഓൺ ആക്കി ഇരുന്നോളെ. ഓഡിയോ ഓഫ് ചെയ്യണ്ടല്ലോ. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം. സൗണ്ട് ഉണ്ടായാലും ടീച്ചറിന് ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ മാത്രം നിങ്ങൾ ഓഫാക്കിയാൽ മതി കേട്ടോ. അല്ലാത്തപ്പോൾ നിങ്ങൾ ഓൺ ചെയ്തിട്ട് ഞാൻ പറയുന്നത് പറയാം കേട്ടോ. എനിക്ക് നിങ്ങൾ ഓരോരുത്തരടുത്തേക്കും വന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ടോ, അപ്പോൾ സ്ക്രീൻ ഇപ്പോൾ നേരാക്കി ഇട്ടപ്പോഴത്തേന് സമയം കുറേ പോയി. അപ്പോൾ ഇത് പഠിച്ചു. അപ്പോൾ ഈ ദാലിനൊരു പ്രത്യേകത ഉണ്ട്, ദാക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, ഒരക്ഷരം പറഞ്ഞിട്ട് അതിന് ശേഷം ഒന്നും കൂട്ടി എഴുതാൻ പറ്റില്ല എന്ന്. നമ്മൾ 2 അക്ഷരം പഠിച്ചു. അതേതായിരുന്നു? ഒരു അക്ഷരത്തിന് ശേഷം വേറൊരു അക്ഷരം കൂട്ടി എഴുതാൻ പാടില്ല എന്ന് പഠിച്ചിരുന്നു. അത് ഏത് അക്ഷരമായിരുന്നു? ഏത് ലെറ്ററാ? അലിഫ്. വെരി ഗുഡ്, മാഷാഅല്ലാഹ്, മബ്റൂക്ക്. ആ വേറെ ഒന്നും കൂടി പഠിച്ചു. വേറൊരു അക്ഷരം, ഒരു വാലുള്ള അക്ഷരം. വാ. വാ. വാവിന് ശേഷം അലിഫിന് ശേഷം ഒന്നും കൂട്ടി എഴുതാൻ പറ്റില്ല. പിന്നെ പഠിച്ചിട്ടില്ലല്ലോ? ഇല്ല, വേറെ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ കൂടെയുള്ള ഒരു അക്ഷരാണ് ദ. ഇതിന് ശേഷം കൂട്ടി എഴുതാൻ പാടില്ല. ഇതിന്റെ കൂടെ ഒന്നും കൂട്ടി എഴുതാൻ പാടില്ല. അപ്പൊ അതിന്റെ ഷേപ്പ് പോകൂലേ? അതേപോലെ ഇതിന്റെ കൂടെ ഒന്നും കൂട്ടി ബാത്താന്നൊന്നും എഴുതാൻ പാടില്ല. അലിഫിന്റെ കൂടെയും ഒന്നും കൂട്ടി എഴുതാൻ പറ്റില്ല അല്ലേ? അതിന്റെ മുമ്പ് എഴുതാം. അപ്പൊ നമ്മൾ ബാ എഴുതി, അതേപോലെ ബൂ എഴുതും. ഓക്കെ, അതേപോലെ ദാലിനെ കൂട്ടി ഇതിന് മുമ്പ് എഴുതാം. അങ്ങനെ എഴുതണമെങ്കിൽ നമ്മളിപ്പോ യാ ഇട്ടിട്ട് അതിന് യദ് എന്നൊക്കെ എഴുതണമെങ്കിൽ ഉണ്ടാവും. ഇങ്ങനെ എഴുതാം കേട്ടോ. എന്താ വായിക്കാം? യദ്. യദ് എന്ന് പറഞ്ഞ കയ്യാണ് കേട്ടോ. വേണ്ട, വേറൊരു അക്ഷരത്തിനോട് കൂടെ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ ആ ലെറ്റർ എഴുതിയിട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ചു കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും കേട്ടോ. എന്താണ്? യദ്. ഓക്കെ, യദ്. യാ എഴുതിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വരമ്മൽ തന്നെ ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. കുറച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് യദ്. ഓക്കെ കേട്ടോ. അപ്പൊ ദാലിന്റെ പ്രത്യേകതകൾ പഠിഞ്ഞല്ലോ.
ഇനി നമ്മൾ ഒരു അക്ഷരം കൂടി പഠിക്കല്ലേ. ഇന്ന് ഈ 2 അക്ഷരം മാത്രമേ പഠിക്കുള്ളൂ കേട്ടോ. അത് വെച്ച് വേർഡും പറയാം കേട്ടോ. ഓക്കെ, അടുത്ത ലെറ്റർ നമ്മൾ വാ പഠിച്ചില്ലേ? താഴോട്ട് വാലിട്ടിട്ട് വാ പഠിച്ചപ്പോൾ നമ്മളൊരു കുഞ്ഞു റൗണ്ട് അല്ലേ? കുഞ്ഞു റൗണ്ട് വരച്ചിട്ടല്ലേ ഇട്ടത്. നമ്മൾ ഈ റൗണ്ടിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അടുത്ത അക്ഷരമായി അല്ലേ? അതാണ് നേരത്തെ ഫാത്തിമ പറഞ്ഞ റ. റ. ഓക്കെ, ബിസ്മില്ല. എന്താണ് പറഞ്ഞേ? റ. റ. ഓക്കെ, ഹസൻ എന്താണിത്? ആ, വെരി ഗുഡ്. റാന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ പറഞ്ഞ പോലെ തന്നെ റാന് ശേഷം ഒരക്ഷരം കൂട്ടി എഴുതൂല. ഇന്ന് നമ്മൾ പഠിച്ച 2 അക്ഷരത്തിന് ശേഷം ഒന്നും കൂട്ടി എഴുതൂല. അലിഫ്, വാ, ലാ, റ. ഈ 4 അക്ഷരത്തിന് ശേഷം ഒന്നും കൂട്ടി എഴുതൂല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 4 അക്ഷരം പഠിച്ചു അല്ലേ? അടുത്തത് നമ്മൾ റാന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ വായ നിറച്ച് പറയുന്നു. അല്ല, റാന്റെ പ്രത്യേകത നമ്മൾ വായ നിറച്ച് പറയും. ഇതുവരെ നമ്മൾ പറഞ്ഞ ലെറ്ററുകളൊക്കെ അല്ലേ? ഓക്കെ, എന്തേ ഇപ്പൊ മാറി? പല്ലുവേദന മാറി. എന്താണ്? പല്ല് പറിക്കുകയും ചെയ്താ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ശല്യപ്പെടുത്തുന്നവരൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഇപ്പൊ ഉഷാറായില്ലേ? ഇനി ഒരു ഐസ്ക്രീം എന്തേലും തണുത്തത് എന്തേലും കഴിച്ചാൽ മതി കേട്ടാ. ഇനി ബ്ലഡ് വരുന്നത് മാറാൻ എന്തെങ്കിലും തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ്ക്രീം എന്തേലും കയ്യിലിട്ടാല് വരുമൊന്നുമില്ല. അത് നിങ്ങളെ പാൽപ്പല്ലല്ലേ, അതൊക്കെ വേദന വന്നപ്പോൾ ആളിനെ ഒഴിവാക്കുക. അപ്പൊ ഉമ്മച്ചി ഡോക്ടറാണ് അല്ലേ? പെട്ടെന്ന് പറിച്ചു തന്നു അല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ ഉഷാറായി. അപ്പൊ നീ കേട്ടപ്പോ ഞാൻ പറഞ്ഞേ പല്ല് വരയ്ക്കാനായിട്ട് ദാ പുതിയതായിട്ട് പഠിച്ചു നമ്മള്. ദാ വാ പഠിച്ചു, റോ പഠിച്ചു. റോന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് വായ നിറച്ച് പറയും നമ്മൾ കേട്ടോ. അതിന് പറയുമ്പോൾ നമ്മൾ റോ റോ. ഓക്കെ, അതിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഒന്നാമത്തെ പ്രത്യേകത അതിനുശേഷം ഇതില്ല, എന്തില്ല, ഒന്നും കൂട്ടി എഴുതൂല. രണ്ടാമത്തെ പ്രത്യേകത പോയാ? നെറ്റ് പോയിട്ടൊന്നുമില്ലല്ലോ? പോയില്ലേ? പോയാ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? റോ. ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരാണ് റോ. എന്ന് പറഞ്ഞേ റോ. റോ. അതേപോലെ അതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് പെണ്ണുണ്ട്. അതിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളിങ്ങനെ വായ നിറച്ച് പറയും. പക്ഷെ ഇകാരിട്ട് കഴിഞ്ഞാൽ നമ്മള് റീ പറയില്ല, നമ്മൾ രീ എന്നാ പറയാ. രീ. ഓക്കെ, രീ. രീ. അപ്പൊ നമ്മളതിന് റീ പറയില്ല കേട്ടോ, രീ എന്നാ പറയാ. രീ. രീ. റ, രീ. ഇനിയിപ്പോ നമ്മൾ ഉകാരിട്ട റൂ, അതൊന്ന് വായ നിറച്ച് തന്നെ പറയണം കേട്ടോ. റൂ. റൂ. ഓക്കെ, അതിന് നമ്മള് ഇങ്ങനെ സ്മോൾ സർക്കിൾ ഇട്ടാലോ? അത് ഇപ്പുറത്ത് എഴുതിയാലേ മനസ്സിലാവും. അപ്പൊ നമ്മള് ബാ വെച്ചിട്ട് എഴുതണമെങ്കിൽ ബർ. എന്താ വായിക്ക? ബർ. ബർ. ഓക്കെ, ബർ. വായിച്ചേ ഇതെന്താ? ബർ. വെരി ഗുഡ്. ഹസൻ പോയാ? ഹസൻ എവിടെയാ? ഇത് വായിച്ചേ. ബർ. ഓക്കെ, ഇമാത് വായിച്ചേ. വായിച്ചാ? ഓക്കെ, വെരി ഗുഡ്. ഐറീൻ മനസ്സിലാവണില്ല? ബർ. ഓക്കെ, റ, ജി, റു. വായിച്ചേ. റ, ജി, റു. എനിക്ക് മനസ്സിലായി. ഫാത്തിമ ഇടക്ക് ഓഫ് മനസ്സിലായി. ചെയ്യരുത് കേട്ടാ. വീഡിയോ ഓഫ് ചെയ്യരുത്. കിട്ടണേ എന്റെ സ്ക്രീനിലാക്കില്ല, പക്ഷെ ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിലും കിട്ടിക്കോളൂ കേട്ടോ. ഇനി വാക്കുകളിലോട്ട് വരുമ്പോ, വേർഡ്സിലോട്ട് വരുമ്പോ കിട്ടും കേട്ടോ. അപ്പൊ ഇത് ദാ, അടുത്തത് ദാ വായിച്ചോളൂ.
എഴുതുന്ന വായിച്ചോളി ട്ടോ. ഇവിടെ ദി ഇപ്പൊ നിങ്ങ ചെയ്യണേ ഓക്കെ ദു ദൂ ദൂ. ഓക്കെ, അതേപോലെ നമ്മൾ അടുത്ത് പഠിച്ച റ റ രി രി ആണ് ട്ടോ. രി രീ രീന്നാ പറയാ ട്ടോ. രീ ആ റീ പറയില്ല, രീ. പിന്നെ റൂ. ഓക്കെ ഓക്കെ. പിന്നെ സുക്കൂനിട്ട് പറയണെങ്കിൽ യദ് യദ്. ഓക്കെ, അതേപോലെ ബർ ബർ. ഇത്രയും കാര്യങ്ങളാണ് ഇതിലറിയാം. നമ്മൾ എഴുതൂല കേട്ടോ. നമ്മളൊരു വേർഡ്സ് എൻഡ് ചെയ്യും, അത് നിർത്തുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ ഒരു സ്മാൾ സുക്കൂൻ എന്ന് പറയാം. ആ സുക്കൂൻ ഇട്ടിട്ടാണ് നമ്മൾ നിർത്തുക. അതിന് മലയാളത്തിൽ ഹ്രസ്വം എന്നൊക്കെ പറഞ്ഞു, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ സുക്കൂൻ തന്നെ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്മാൾ സർക്കിൾ അതിട്ടിട്ടാണ് നമ്മൾ പ്രൊനൗൺസിയേഷനിലേ ഉണ്ടാവുള്ളൂ, പക്ഷെ എഴുതൂല കേട്ടോ. എഴുതുമ്പോൾ അവിടെ വേറെയാണ്, അത് നിങ്ങൾ പിന്നീട് പഠിക്കും. ഇപ്പം തൻവീന് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ, അത് പിന്നീട് പഠിക്കും കേട്ടോ. ലെറ്ററുകളുടെ പേരുകൾ അതൊക്കെ പിന്നീട് പഠിക്കും. ഇപ്പം തൽക്കാലം നമ്മൾ വായിച്ച് പഠിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ സ്മാൾ സർക്കിൾ കൊടുത്തിട്ട് ബർ യദ് നബ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളല്ലേ ഉള്ളൂ, ഇനിയില്ലല്ലോ? ഇല്ല. ഒക്കെ ബിസ്മില്ല, നമുക്കിനി ഇതിലോട്ട് പോവാം, നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. യൂണിറ്റ് 3. യൂണിറ്റ് 2 പറഞ്ഞ പോലെ ഓരോരുത്തർ കംപ്ലീറ്റ് ആയിട്ട് അയക്കാട്ടോ. ഓക്കെ, ഇനി നമുക്കിത് വായിക്കാം. ബിസ്മില്ല. ഇനി ഇതൊന്ന് വായിച്ചേ എല്ലാവരും. ഇതെന്താവും? ദാർ ദാർ. എന്താ? ദാർ. വെരി ഗുഡ്. എന്താണ് ക്യാമറ അടുത്തോട്ട് വെക്ക്, ഓഡിയോ അടുത്തോട്ട് വെക്കിട്ട് എല്ലാരും ബുക്ക് എടുക്കണ്ട, സ്ക്രീനിൽ നോക്കിയിട്ട് വായിച്ചാൽ മതി. ആ ദാർ, വെരി ഗുഡ്. ആ അടുത്തത് ദിയാർ ദിയാർ. ആ ദിയാർ. ഓക്കെ, ദിയാർ, വെരി ഗുഡ്. ദാർന്ന് വായിക്കാൻ കൺഫ്യൂഷൻ ഒന്നുമില്ല. നമ്മൾ ദാ പഠിച്ചു, ദാന് നീട്ടാൻ അലിഫ് ഇട്ടു, റാട്ട് അല്ലെ? അപ്പൊ ദാർ. അപ്പൊ ദി, ഇത് ദി ആണ്. പിന്നെ നമ്മൾ മുമ്പ് പഠിച്ച ലെറ്റർ ആണ് അല്ലേ? യാ യാ പഠിച്ചില്ല, അതാണിത്. അതിനുശേഷം നമ്മൾ റാട്ടു. അപ്പൊ ദിയാർ. ഓക്കെ, അടുത്തത് ആ ആ ദൂർ. അതെങ്ങനെ കിട്ടി? ഹസൻ വായിക്കിട്ട് പറയുന്നത് വായിക്കട്ടാ. അപ്പൊ നമ്മൾ ദാ ദീ പഠിച്ചു, പിന്നെ നമ്മൾ ദൂ പഠിച്ചില്ല, ആ ദൂ ആണിത്. അതിനുശേഷം റാട്ടു. ഒക്കെ മുമ്പ് പഠിച്ചത് തന്നെ ആവർത്തിച്ചു വരുന്ന, പുതുതായിട്ട് 2 ലെറ്റർ മാത്രം കേട്ടോ. അപ്പൊ ദൂർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ആ ദാർ ഒന്നുകൂടി പറഞ്ഞുതരാം. ദാർ എന്ന് പറഞ്ഞ ഹൗസ് ആണ് കേട്ടോ, വീട്. ദാർ ഹൗസ്. ദിയാർ എന്ന് പറഞ്ഞാൽ ഹൗസസ്. 3 വീടുണ്ട് ഇവിടെ. കുറെ വീടുകൾക്കാണ് നമ്മൾ ദിയാർ പറയാ, ഹൗസസ്. അതേപോലെ ദൂർ എന്ന് പറഞ്ഞാലും കുറെ വീടുകൾ. ആ ഹൗസസ്, കുറെ വീടുകൾക്ക് വീടുകളല്ല, വലത് വീട് അല്ല, കുറെ വീടുകൾക്കാണ് നമ്മൾ പിന്നെ ദിയാർ എന്നും ദൂർ എന്നൊക്കെ പറയാം കേട്ടോ. അറബിയിൽ അതിന് എന്താണ്? ഇല്ല, പറഞ്ഞ ഇതെന്താ? ഇതെന്താ? ദൂത്. ആ വെരി ഗുഡ്. ദൂത്. ഇത് എളുപ്പല്ലേ? ഇന്ന് നമ്മൾ പഠിച്ച 2 കിട്ടാൻ വാവിട്ടു. ഇവിടെ നമ്മൾ അന്ന് എഴുതാത്തത് എന്താണെന്നറിയോ? ഇങ്ങനെ ഇത് വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദൂത്. ഓക്കെ, അടുത്തത് നമ്മൾ നേരത്തെ വായിച്ചത്. അന്ന് വായിച്ചേ, ഇമാത് വായിച്ചേ. യദ്. വെരി ഗുഡ്. അങ്ങോട്ട് നോക്കല്ല, സ്ക്രീനിൽ നോക്കി. ഓഡിയോ യദ്. ആ ഹാൻഡ്.
ദൂത് വേം. ദൂതിനെ ഇഷ്ടാണ് എല്ലാവർക്കും. ദൂത് ഇതാ കണ്ട കിടക്കണു. ഓ എന്താ അടിപൊളിയായിട്ട് കിടക്കണു. ഇഷ്ടാ? ഗ്ലാസ് ആണ് സാധനം, ഗ്ലാസ്. ദൂത്. എയ്സ, ദൂതിനെ ഇഷ്ടാണോ? മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് നോക്കണ്ട കേട്ടോ. അപ്പൊ മഴക്കാലത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയ അടിപൊളിയായിട്ട് ദൂതിനെ കാണും. ഓക്കെ വേം. ഓക്കെ ഞാൻ ദൂത്തന്റെ കാണുമ്പോ ഞാനെന്റെ ചെറുപ്പോണ്ട് അത് സ്ക്വാഷ് ആക്കും. നമ്മള് ചെടിയൊക്കെ കുഴിച്ചിടുമ്പോ മണ്ണ് ഇങ്ങനെ എടുക്കൂലേ, അപ്പൊ അതിന്റെ ഉള്ളില്. പക്ഷെ ഇത് നല്ലതാണ് കേട്ടോ, ചെടികളൊക്കെ പക്ഷെ വളരാനൊക്കെ നോക്കുമ്പോ നല്ലതാണ്. അതല്ല, ഞാൻ അവിടെ പോകുമ്പോ ചോപ്പ് ഉണ്ടാവും. അത് ഞാൻ എന്റെ ചെറുപ്പോണ്ട് ചപ്പാത്തി ആക്കും. അങ്ങനെ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ചെയ്താൽ അതിന്റെ എന്തെങ്കിലും ഇതൊക്കെ നമ്മുടെ മേത്തേക്ക് തെറിച്ച് ഇൻഫെക്ഷൻ വരും. അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. അത് അവരുടെ ജോലിയല്ലേ. അവരത് ചെടി വളരാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. അതൊക്കെ വെരി ഗുഡ്. അത് എല്ലാവരും ശ്രദ്ധിച്ചേ. അതെന്താണ് നമ്മൾ നേരത്തെ എനിക്ക് ബുള്ളിന്റെ പോലെ സ്മാഷ് ആണ്. ബുൾ തന്നെയാണ് കേട്ടോ. അതായത് കാള, മലയാളത്തിൽ കാള. സൗ എന്താണിത്? സൗർ അല്ലേ? നമ്മൾ പഠിച്ചില്ലേ? നമ്മൾ നൗ സൗർ പഠിച്ചില്ലേ? സൗർ എന്താണ്? സൗർ. ഓക്കെ വെരി ഗുഡ്. ഇപ്പൊ ആരും എഴുതണ്ട കേട്ടോ. എഴുതാൻ ഞാൻ പറയാ. അപ്പൊ സ്ക്രീനിൽ നോക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് വായിച്ചേ. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വേർഡ്സ് ഒക്കെ പഠിച്ചത് കാരണം നിങ്ങൾക്ക് ഇപ്പൊ സ്പീഡിൽ വേർഡ്സ് പഠിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ എഴുതുന്നത് ശ്രദ്ധിക്കാട്ടോ. ഹസൻ ഒന്ന് വായിച്ചേ. വെരി ഗുഡ്. അവിടെ എത്തിയിട്ടില്ല. അണ്ടർലൈൻ ചെയ്യുന്നത് വായിച്ചേ. ബൈത്ത്. വെരി ഗുഡ്. വെരി ഗുഡ്. ഉഷാറായില്ലേ? ഹൗസ് ആണ് കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കുന്നതിന് ബൈത്ത് എന്ന് പറഞ്ഞ ഹൗസ്. നമ്മൾ വേറൊരു വേർഡും കൂടി പഠിച്ചില്ലേ ഹൗസിന്? ദാർ അല്ലെ? അപ്പൊ നമ്മള് വീടിന് 2 വേർഡ് പഠിച്ചു അല്ലെ? ദാർ ആൻഡ് ബൈത്ത്. ഓക്കെ, ഹൗസ്. ഓക്കെ, അടുത്തത് വായിച്ചോളൂ. ബിൻത് അല്ലെ? ബിൻത്. ഗുഡ്. കേൾക്കുന്നില്ല മോളെ. ഗേൾ. ഗേൾ. ഓക്കെ. ബിൻത്. അപ്പൊ നമ്മള് ബൻ എന്ന് വെച്ചാൽ അത് ഇവിടെ വന്നു അല്ലെ? ബിൻ. ഓക്കെ, ബിൻ. ബിൻത്. ബിൻത് പറയുമ്പോ കേട്ടോ. അവിടെ നമ്മൾ എത്തിയിട്ടില്ലല്ലോ കുട്ടാ. അതപ്പൊ എത്തുന്നുള്ളൂ. അപ്പൊ ബബർ ആദ്യം വായിക്കാൻ പഠിക്കുക, എന്നിട്ട് അർത്ഥം പഠിക്കുക. അത് ടൈഗർ തന്നെ. ടൈഗർ നോക്കണണ്ട? ടൈഗറിന് ഇഷ്ടം നിങ്ങൾക്ക്? ഇപ്പൊ ടൈഗർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ നാട്ടിലൊക്കെ ഇഷ്ടാണ്. അങ്ങോട്ട് പോരെ, എന്റെ വീട്ടിലേക്ക് പോരും. ഇവിടെയൊക്കെ ഉണ്ട്. ടൈഗറിനെ ഇഷ്ടപ്പെടാൻ പറ്റിയ ആള് പിടിച്ചു കൊണ്ടുപോകൂലേ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, റോട്ടിലൊക്കെ ഇപ്പൊ ഉണ്ട് പുലി. ഇന്ന് അങ്ങോട്ട് പോരിട്ടാ, കാണിച്ചു തരാം. ബബർ. അതിന് പറയാ ബബർ. ഇത് വായിച്ചേ. പിന്നെ പീകോക്ക് നാഷണൽ ബേർഡാ. പിന്നെ ബബർ ശരിക്കും വൈൽഡ് ആനിമൽ ആണ്. പരിസരത്ത് ബൈറ്റ്. ഇത് ബബർ. ഇത് ഹൗസ്, ഇത് ഗേൾ, ഇത് ടൈഗർ. ഓക്കെ, ഇനി നിങ്ങൾ വായിക്കണം. വായിക്കുന്നതിന് മുമ്പ് ഒന്ന് എഴുതണം. എഴുതിയിട്ട് വായിക്കുമ്പോൾ ഒന്നും കൂടി വായിച്ചിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചോളീം. അല്ല, എഴുതിക്കോ. അല്ലെങ്കിൽ ഒന്ന് ഒരുമിച്ച് ഒന്ന് വായിച്ചുതരാം, എന്നിട്ട് എഴുതാം അല്ലേ? ഒന്ന് വായിച്ചുതരാം കേട്ടോ. ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ അത് എഴുതണം കേട്ടോ. ആദ്യത്തത് ദാർ. ദാർ.
വെരി ഗുഡ്. Dar. ദിയാർ. ഉമ്മച്ചിനെ നോക്കല്ലേ, ഇനി സ്ക്രീനിൽ നോക്കിയിട്ട് ഇമ്മച്ചിയൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ വലിയ കുട്ടികളായില്ലേ, ഒക്കെ പഠിഞ്ഞിട്ട് ഇനി ഇമ്മച്ചി ഒന്നും വേണ്ട. ഇനി നിങ്ങൾ ഫ്രണ്ട്സ് കൂടിയിട്ട് ഒറ്റക്ക് പഠിക്കാം. ദിയാർ. ആ ഇത് ദൂർ. ഓക്കെ. അടുത്തത് ദൂത്. ദൂത്. ആ ഈ ദാക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകത ഉണ്ട്, ബാക്കും പ്രത്യേകത ഉണ്ട്. ബാക്കിയുള്ളത് വേറെ ദാ പറയുമ്പോ ടച്ച് ചെയ്ത് വിടുക എന്ന് പറയും. ബ ബ ബ് ബ് ദ് എന്നൊക്കെ പറഞ്ഞിട്ടോ. മറ്റേതൊക്കെ അത് അസ് അർ ഔ ഐ എന്നൊക്കെ അല്ലേ പറയും. ഇത് വായിച്ചേ യേത്. ഓക്കെ. അടുത്തത് അമീർ എവിടെ? അമീറിന്റെ ഒച്ചനെ കേൾക്കുന്നില്ലല്ലോ. അമീറ പോയാ? അമീറ വായിക്കുന്നുണ്ടോ? ഇത് വായിച്ചേ അമീറ. ഇതെന്താണ്? അണ്ടർലൈൻ ആരും ഉണ്ടല്ലോ. അമീറ വായിക്കട്ടെ. ഇതെന്താ? വായിച്ചേ, ഞാൻ എഴുതി തരാം. വായിച്ചേ, ഇതെന്താണ്? ആ വെരി ഗുഡ്. ബാ ബൈ ബൈ അല്ലേ? ആ ഇത് ത. അപ്പൊ ബൈറ്റ്സ്. ബൈറ്റ്സ്. ഓക്കെ. അടുത്തത് ആവശ്യമില്ലാതെ പഠിക്കരുത്. ആ ബിൻസ്. വെരി ഗുഡ്. അടുത്തത് ബാബർ. ബാബർ. വായിച്ച മോളെ? ബാബർ. വെരി ഗുഡ്. ആ ഇനി എഴുതിക്കേ. ഈ നോട്ട് ബുക്കും പെൻസിലും എടുത്ത് എഴുതിക്കേ. എന്തിനാ ഐസിൻ 3 പെൻസിലൊക്കെ? ഒരു പെൻസിൽ മതിട്ടാ. എഴുതിക്കേ. നിങ്ങള് ഒരു പെൻസിൽ ഷാർപ്പാക്കിട്ട് എഴുതുമോനെ. ബാക്കിയുള്ളതൊക്കെ എടുത്തു വെക്കട്ടാ. ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ഒരു പെൻസിലും ആ നോട്ട് ബുക്കും മാത്രം എടുത്താൽ മതി. ബാക്കിയൊക്കെ സ്ക്രീനിലുണ്ടല്ലോ. ഇനി ആ നോട്ട് ബുക്കിൽ എഴുതിക്കേ. നോട്ട് ബുക്കിൽ മതിട്ടാ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പിന്നീട് എഴുതാം. നിങ്ങൾ 2 യൂണിറ്റിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി എഴുതാം. ഓക്കെ. ബിസ്മില്ലാ പറഞ്ഞ് എഴുതിക്കോളൂ. ഫസ്റ്റ് വായിച്ചെഴുത്. ദാർ. ദാർ വായിച്ചെഴുതിയ. മാം ഈ പെൻസിലും ഈ പെൻസിൽക്ക് ഇതുണ്ട്, പിന്നെ ഷാർപ്പില്ല. ഷാർപ്പ് ചെയ്ത് വെക്കണ്ടേ? ക്ലാസ് ഇല്ല. ഈ പെൻസിൽക്ക് ഷാർപ്പുണ്ട്. എല്ലാരും എഴുതുന്നു. വേഗം എഴുതും. ഇമാദിന്റെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇതാണ് വരയ്ക്കണേ. സംസാരം നിർത്തി എഴുതും മോനെ. ഇമാദിന്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മാറുന്നു. അത് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. അത് ക്ലിയർ ആക്കണം കേട്ടോ. അവരൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കണേ. ഇമാദ് പറയുന്നത് കേട്ടോ? ബാക്ക്ഗ്രൗണ്ട് മാറ്റണം കേട്ടാ. അല്ലെങ്കിൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി നിൽക്കുവരൊക്കെ ഒന്ന് ബ്ലറാക്കി വെച്ചാ മതി. എഴുതുമോനെ. ഐസിൻ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെയും കൂടി ഞാൻ തരണ്ടേ? അപ്പൊ ഇവിടെ ആള് കൂടും. ഇവിടെ എത്ര പേരുണ്ട്? എഴുതിക്കോളെ എഴുതിക്കോളെ. നിങ്ങൾ എത്ര പേര് എഴുതടാ? ഇമാദ് എഴുതൂടെ? ബിസ്മില്ല പറഞ്ഞു എഴുതി. ആദ്യം ദാർ. ഐറിൻ വയ്ക്കുന്നുണ്ടെങ്കിൽ എഴുതിയാ മതി കേട്ടാ. ഉണ്ടെങ്കിൽ കിടന്നോ. ക്ലാസ് തുടങ്ങുമ്പോ എണീക്ക. നിങ്ങൾ 8 പേരാ? 7 കിടക്ക 9 പേരുണ്ട്. അത് ഞാനിവിടെ പോയി. എഴുതേണ്ടത് ദാർ ദിയാർ. അത് മുഴുവൻ ദാർ ദിയാർ. ആ സ്ക്രീന് പോയാ?
കാണിച്ചു തരാം. അതാ ദാർ, ദിയാർ, ദൂർ, ദൂത്, യദ്, സൗർ. കഴിഞ്ഞ? അത് കഴിഞ്ഞ? ഇല്ലല്ലോ. ഓക്കെ. വായിച്ച് എഴുത്. നിങ്ങൾ വായിക്കുന്ന ഞാൻ കേൾക്കുന്നില്ലല്ലോ. വായിച്ചിട്ടേ എഴുതാൻ പാടുള്ളൂ. ദാർന്ന് പറഞ്ഞിട്ടേ എഴുതാൻ പാടുള്ളൂ. ദാർ. ഞാൻ മീറ്റിങ്ങിലോട്ട് പോകുമ്പോ നിങ്ങൾക്ക് സ്ക്രീന് കാണൂല. അതിനോട് അതാണ് അമീറ്. അതിനാൻ പോയാ? അതിനാൻ ഇല്ലെന്ന്. ഹസൻ എഴുതി കഴിഞ്ഞ? ഓഡിയോ ഓഫാ. കഴിഞ്ഞു? എഴുതിയതാണ്. എഴുതി കഴിഞ്ഞ? അങ്ങോട്ട് കാണിച്ചോണ്ട. എന്നാ എഴുതിക്കോ. വായിച്ചെഴുത്. എഴുതി തുടങ്ങിയില്ലേ? നിങ്ങൾ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് പെൻസിലും നോട്ട് ബുക്കും ഒക്കെ റെഡി ആക്കണം കേട്ടാ. പിന്നെ എഴുതാൻ പറയുമ്പോ കളയരുത്. പറഞ്ഞെഴുതി. ദാർ. ഫാത്തിമ എന്തിനാ വീഡിയോ ഓഫ് ചെയ്യണേ? അല്ല, ഇപ്പൊ നിങ്ങക്ക് സ്ക്രീന് കാണുന്നുണ്ടോ? ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പേ എല്ലാം റെഡി ആക്കിട്ട് വേണം കയറാൻ. പിന്നെന്താ പറയാ, മറ്റേ അതിനാണ് ഞാൻ കണ്ടിരുന്നല്ലോ. പിന്നെ എന്താണ് സെയിൻ എഴുതുന്നില്ലേ? ഓഡിയോ ഓൺ ആക്ക്. നോക്കട്ടെ ഏതൊക്കെ എഴുതിയ? പേജ് ഫുൾ എഴുതിയ? എഴുതിയ? എവിടെ എഴുതിയത്? കണ്ടില്ലല്ലോ. കഴിഞ്ഞിട്ട് എഴുതാനുണ്ട് കേട്ടോ. താഴെ എഴുതാനുണ്ട്. എന്തോരം പേജസ് അല്ല. കഴിഞ്ഞോ? മാഷാഅല്ലാ, മബ്രൂക്ക്. ഒരു മിനിറ്റ്. അങ്ങോട്ട് പോയാല് പിന്നെ ഇയാള് വർക്ക് ചെയ്യൂല. ഇനി ഇയാളിനൊന്ന് ശരിയാക്കട്ടെ. എന്റെ ശരി. ഇതാ ഇതും കൂടി എഴുതണം. ഫിനിഷ്. അൽഹംദുലില്ലാ, മാഷാഅല്ലാ, മബ്രൂക്ക്. ഇത് എഴുതിയാ? ബൈറ്റ്സ് എഴുതിയ? ബസ്സിന് വായിക്കാൻ കിട്ടുന്നുണ്ട് ഇതൊക്കെ. എന്താണ് മേലത്തെ കാണിച്ചു തരുന്ന? അപ്പൊ മേലത്തെ കഴിഞ്ഞില്ല എപ്പോഴും. ദാർ, ദിയാർ, ദൂർ. മുകളിലത്തെ 3 കഴിഞ്ഞില്ലേ? അങ്ങനെയല്ല, മിഡിൽ താഴോട്ട്. ബൈറ്റ്സ്,
മാം ശരിക്കും എത്ര പ്രാവശ്യം എഴുതണം? ഞാൻ ഒരു ആദ്യം തവണ പ്രാവശ്യം എഴുതിയാൽ മതി, ഒരു എഴുതണം. തവണ എഴുതിയാൽ മതി, ഒരു തവണ. അല്ലാണ്ട് ഒരുപാട് ടൈംസ് കഴിഞ്ഞാൽ നമ്മുടെ ടൈം കുറെ പോകും. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടെ പഠിയാൻ Okay. പറ്റും. Dale. ഓക്കെ, എഴുത എഴുതി കഴിഞ്ഞു അല്ലേ? അൽഹംദുലില്ലാ. എഴുത പെട്ടെന്ന് എഴുതിയല്ലോ. ഓക്കെ, ഓക്കെ, അടിപൊളി, അൽഹംദുലില്ലാ, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് മോളിൽ കയറ്റാൻ പറ്റുമോ? എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തോ? ജസ്റ്റ് ചെയ്തോ നോക്കട്ടെ. മിസ്റ്റേക്ക് ഉണ്ടോ നോക്കാം. ഓക്കെ, എന്തോ സംശയമുണ്ട് എനിക്ക്. ഒരു മിനിറ്റ് ട്ടാ. ഡാർ ഓക്കെ, കഴിഞ്ഞോ? ജെയിൻ കഴിഞ്ഞോ? ഐറിൻ, പറ. കേൾക്കുന്നില്ല മോളെ. ഐറിൻ, ഒന്ന് അടുത്ത് വെച്ചിട്ട് പറ. മാം ഞാൻ താഴത്തെ എഴുതിയില്ല. എഴുതിയില്ല. ഇട്ടരാം. മേലൊക്കെ ചോദിക്കാണ്, എന്താ ഇത്ര എപ്പോഴും മേലത്തെ കഴിഞ്ഞില്ല? ഞാൻ പറയുമ്പോ എഴുതി തുടങ്ങാഞ്ഞിട്ടാണ് നിങ്ങളത് കഴിയാത്തത്. ബൈറ്റ്. അപ്പൊ ഞാൻ പിന്നെ എഴുതാ പറയുമ്പോ വേഗം ചെയ്യും. നമുക്ക് ആകെ കുറച്ച് ടൈമില്ലല്ലോ, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ കുറച്ച് ടൈമിൽ നമ്മൾ പറയുന്ന പെട്ടെന്ന് പഠിച്ചു ചെയ്യും. പറ. ഞാൻ ഇതെല്ലാം അപ്പോഴേക്ക് മാം മാറ്റി. അപ്പൊ ഈ എവിടെയായിരുന്നു മോനെ? ഇനി സാരല്ല, ഇത് താഴെയുള്ളത് എഴുതിക്കോ. അടുത്തത് ഇനി പിന്നീട് എഴുതാട്ടോ. അപ്പൊ ഈ ഏറ്റവും മേലുള്ളത് ഇപ്പോഴും എഴുതിയില്ല. അപ്പൊ എന്താ അറിയോ, അത് ഈ എവിടെ പോയിട്ടുണ്ടാവും. കഴിഞ്ഞു. മാഷാ അല്ലാഹ്, മബ്റൂക്ക്, അൽഹംദുലില്ലാ. ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചാ മതി ട്ടാ, കഴിഞ്ഞിട്ട്. അല്ല, ക്ലാസ് കഴിഞ്ഞിട്ട് ട്ടാ. പനിയായിട്ട് ഡോക്ടറെ കാണിച്ചാ? ഓക്കെ, ഇല്ല ഡോക്ടറെ കാണിച്ചോ? ഇമാത എഴുതി കഴിഞ്ഞാ? അപ്പൊ അതിന്റെ ആരാണിത്? ഹസൻ അനിയനാ? ഓഡിയോ ഓണാക്ക. അതാരാ? ഹസൻ, അതാരാ? അതാണ് അനിയനാണോ? അതാരാ? കേൾക്കുന്നില്ലടാ, അടുത്ത് വന്നിട്ട്. ഈ കൊറേ ബാക്കിൽ പോയിരുന്നിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കേൾക്കുന്നില്ല? അവിടെ വന്നത് ബ്രദറാണോ? കഴിഞ്ഞോ? ഹസൻ കഴിഞ്ഞോ? അൽഹംദുലില്ലാ, മബ്രൂക്ക്. ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് അയക്കണം കേട്ടോ. ഓക്കെ, മാഷാ അല്ലാഹ്, മബ്രൂക്ക്, ബറക്കല്ലാഹു ഫീക്ക്. ഞാൻ ചോദിച്ചത് ഈ കേട്ടോ? നിന്റെ അടുത്ത് വന്ന് ആരാണ്? അനിയനാണോന്ന്? പോയി പറഞ്ഞ എനിക്ക് കേൾക്കൂല. ഓക്കെ, ഇനി മതി. ഇനി നമ്മള് ഓക്കെ, അൽഹംദുലില്ലാ. ഒക്കെ ക്ലാസ് കഴിഞ്ഞ ശേഷം അയച്ചാൽ മതി. ഇപ്പൊ അത് അയക്കാൻ പോണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞു. ഇത് നമ്മൾ ഏകദേശം പഠിഞ്ഞില്ലേ? ദാർ, ദിയാർ, ദൂർ, ദൂദ്, യദ്, സൗർ, ബിന്ത്, ബബർ. ഓക്കെ, ഇനി അടുത്തത് വായിച്ചോളി. വായിച്ചോളി. ഇത് കുറച്ച് വലുതാക്കി തരണോ സ്ക്രീന്? സ്ക്രീനിൽ നോക്കിയാൽ മതി കേട്ടോ, അല്ലാണ്ട് സ്ക്രീന് വലുതാക്കിയാൽ നിങ്ങൾ ചെറുതാവും. അപ്പൊ ഇനി പറ്റില്ല. ഓക്കെ, ഇത്രേ പറ്റുള്ളൂ. ഇനി നോക്കിയേ, വായിച്ചേ. എളുപ്പമാണ് വായിക്കാം. ബിസ്മില്ലാ, വായിച്ചോളി. ഇതെന്താണ് അറിയോ? ഇതെന്താ? നമ്മള് മുമ്പേ പഠിച്ച സംഭവമാണ്. ഇതെന്താ? മനസ്സിലേ? അപ്പൊ നാർ. എന്താണ് പറഞ്ഞോ? ഐസിനോട് പോയി
വായിച്ചോളി ബിസ്മില്ല വായിച്ചോളി. ഞാർ എന്താണ്? ഞാർ. ഓക്കെ ഇതിലറിയാനും മുമ്പ് പഠിച്ച ഞാ ആണ്. അതിനെ നമ്മൾ നീട്ടി ഞാർ ഞാർ. ഓക്കെ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വായിക്കട്ടോ. ഇങ്ങനെ ഇകാരോ ഉകാരോ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് വായിക്കും? ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വായിക്കും അല്ലേ? ഇങ്ങനെ കൊടുത്ത് വായിക്കും കേട്ടോ. എഴുത്തിൽ ഉണ്ടാവില്ല, വായനയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മാം പക്ഷെ മറ്റേത് ഞാൻ കയ്യാറായിട്ടുണ്ടായിരുന്നു. ഇതെന്താണ്? അടുത്തത് എന്താണ്? മാം ആ മറ്റേത് ഞാൻ ഓൾമോസ്റ്റ് ഫിനിഷ് ആക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വായിക്കണം. I will close. ഓക്കെ അടുത്ത വായിച്ചേ. ബാന്റെ കൂടെ നമ്മള് ഇങ്ങനെ ബദ് അല്ലെ? ബദ് യദ് എന്നൊക്കെ പഠിച്ച പോലെ ബദ്. അത് കഴിഞ്ഞ് അപ്പൊ ബദർ. വെരി ഗുഡ്. ബദർ. അപ്പൊ ഇത് ഞാർ, ഇത് ബദ്. എല്ലാരും വായിക്കണം കേട്ടോ. വേറെ സൗണ്ട് ഒന്നും ഉണ്ടാക്കല്ലേ, വായിച്ചാ മതി. ഓക്കെ ബദർ. വെരി ഗുഡ്. അടുത്തത് അല്ല ദൗർ. ദൗർ. ഓക്കെ നമ്മളിപ്പോ നൗർ അല്ല സൗർ എന്നൊക്കെ പഠിച്ചില്ല, അതേപോലെ ദൗർ. ഓക്കെ വെരി ഗുഡ്. അടുത്തത് ഇത് ചിലപ്പോ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ദീ ആണ്. ദീനെ നീട്ടാനും നമ്മള് ഇതാണ് സംഭവം. ഇതെന്താ വായിക്കാ? ദീ. വെരി ഗുഡ്. ദീ. പക്ഷെ ഇവിടെ ഇങ്ങനെ എഴുതിയ എന്തുകൊണ്ടാ? ഈ ഇത് വായിച്ചിട്ട് നമ്മള് ഇങ്ങനെ എഴുതി അല്ലേ? ഇങ്ങനെ എഴുതി കാരണം അതിന് ശേഷം ഒരക്ഷരം വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതി അല്ലേ? താഴെ 2 ഡോട്ട് ഇട്ടിട്ട് എഴുതി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ദീനെ നീട്ടിയത്. അപ്പൊ ദീനെ നീട്ടി ഇവിടെ നാക്ക് നമ്മൾ വായിക്കുമ്പോ നമ്മൾ ഇങ്ങനെ ഇട്ട് വായിച്ചാല് ദീൻ. ഓക്കെ വെരി ഗുഡ്. വെരി ഗുഡ്. വേഗം വായിച്ചല്ലോ. ദീൻ. ഓക്കെ അല്ല ദീൻ. ഓക്കെ അടുത്തത് ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ അണ്ടർലൈൻ ചെയ്യുമ്പോൾ അടുത്തതിലോട്ട് പോയാൽ മതി കേട്ടോ. സാവധാനം ഇങ്ങനെ വായിച്ചാൽ മതി, ആലോചിച്ചിട്ട് വായിച്ചാൽ മതി കേട്ടോ. ഇത് വായിച്ചു നോക്കിയാ ഇതാണ്. ഇതെന്താ? അല്ലേ? നാക്ക് ഉകാരട്ടപ്പ നു. നുന്റെ കൂടെ നമ്മള് ഇപ്പൊ പുതുതായിട്ട് പഠിച്ച നൂദൂബ്. അങ്ങനെയാണ് എഴുതുക കേട്ടോ. ദൂ ആണിത്. ഇതാണ് ദൂ. ഇതാണ് നമ്മൾ അതിന് മുമ്പ് ഇങ്ങനെ എഴുതിയപ്പോ ഇങ്ങനെ ആയതാട്ടോ. നൂദൂബ്. ഓക്കെ അപ്പൊ നൂദൂബ്. ഓക്കെ ബാക്കി നമ്മളിങ്ങനെ ഇട്ട് വായിച്ചപ്പോ നൂദൂബ്. ഓക്കെ അടുത്തത് ഇത് മുമ്പ് നിങ്ങൾ പഠിച്ചതാട്ടോ. ഇതിൽ പുതുതായിട്ടൊന്നുമില്ല. മുമ്പ് നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ, അതാണ്. വായിച്ചു നോക്കിയാ ആദ്യം യൻബുതു. മാഷാഅല്ലാ മബ്രൂക്ക്. യൻബുതു നമ്മൾ യൻ ബിൻ ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ യൻബുതു. വെരി ഗുഡ്. അടുത്തത് ഇത് നിങ്ങൾക്ക് അറിയാം. സൗബ്. വെരി ഗുഡ്. അതെങ്ങനെ കിട്ടി? നമ്മൾ നേരത്തെ സൗർ പഠിച്ചില്ലേ? സൗർ അല്ലേ? സൗർ പഠിച്ചില്ലേ? സൗ കഴിഞ്ഞിട്ട് നമ്മൾ ബൂ കൊടുത്തു. അപ്പൊ സൗബു എന്ന് പറഞ്ഞാൽ അടുത്തത് നൗബു. എന്താണ്? നൗബു. അപ്പൊ എളുപ്പാണ് അല്ലേ? പഠിക്കാൻ എളുപ്പല്ലേ? ഇതിന്റെ അർത്ഥമൊന്നും നിങ്ങൾ അങ്ങ് പഠിക്കണ്ട കേട്ടോ. എന്നൊക്കെ പറഞ്ഞ നമ്മള് ചിത്രം ഉണ്ടല്ലോ, ആ ഇമേജ് ഉള്ളത് മാത്രം മീനിങ് പഠിച്ചാൽ. ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പറയാൻ മാത്രം. സൗബ് എന്ന് പറഞ്ഞാൽ നമ്മള് ഡ്രസ്സിന് പറയുന്ന പേരാട്ടോ. അതൊന്നും ഇപ്പൊ പഠിക്കണ്ട കേട്ടോ. ഓക്കെ ഇപ്പൊ നമ്മൾ വായിക്കാൻ പഠിക്കാം. ഹസൻ എവിടെ പോയി? അവിടെ ഉണ്ടോ? എവിടെ? മസ്ജിദ് പോണോ? ഓക്കെ അപ്പൊ എന്നാ വീഡിയോ കാണണം കേട്ടോ. റെക്കോർഡിങ് വീഡിയോ കാണണം കേട്ടോ.
ഓക്കെ. ഇതൊക്കെ വായിക്കാൻ കഴിയുന്നുണ്ടോ? മുകളിൽ നമ്മൾ വായിച്ച എനിക്ക് വായിക്കാൻ പറ്റും. എനിക്ക് ഇതൊക്കെ വായിക്കാൻ പറ്റും. പറ്റും. അപ്പൊ ഒരു ഓഡിയോ വായിച്ചിട്ട് അയക്കും വേണം കേട്ടോ. നാർ. ഓക്കെ, ബൈ. അസ്സലാമലൈക്കും. ബൈ. ഓക്കെ. അവന് പള്ളി അവിടെ ഇഷ മഗ്‌രിബിയൊക്കെ പങ്കെടുത്തിരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത വായിച്ചേ. ബിസ്മില്ലാ. അതെന്താണ് വായിച്ചേ? എന്താ? യാ. ഓക്കെ, യാ. വെരി ഗുഡ്. യാ. യദീ. വെരി ഗുഡ്. യദീ. ദീനെ നീട്ടിയതാണ് കേട്ടോ. ശരിക്കും ഇതാണ് യാ കഴിഞ്ഞിട്ട് ദീ എന്നാണ്. അപ്പൊ യാന്റെ കൂടെ ദായതി. അപ്പൊ യദീ വായിച്ചു. യദ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യദ് പറഞ്ഞ ഹാൻഡ് അല്ലേ, കയ്യല്ലേ? ആ ഡോക്ടർക്ക് പോവാൻ ആവശ്യമുണ്ട്. ഉണ്ടാ? ഓക്കെ, അപ്പൊ ഈയും പോവാ. നമുക്ക് വായിക്കാൻ കിട്ടുന്നുണ്ട് അത്. ഇത് വായിച്ചേ. ഇതെന്തായിരുന്നു? പറഞ്ഞതാണ്. ഓക്കെ, എന്നാ പോയിക്കോ. റെക്കോർഡിംഗ് ക്ലാസ് കേൾക്കണം കേട്ടാ. ഓക്കെ. ഓക്കെ, ബൈ. ബൈ. അപ്പൊ യദീ. ഓക്കെ, യദീ. യദി എന്ന് പറഞ്ഞ എന്റെ കൈ എന്നർത്ഥം കേട്ടോ. യദീ പറഞ്ഞാല് മൈ ഹാൻഡ്. ഓക്കെ, അടുത്തത് ഇത് നിങ്ങക്ക് അറിയാം. ഒന്ന് വായിച്ചു നോക്കിയേ. ഇമാത് വായിച്ചേ. വർദി. വെരി ഗുഡ്. ഇമാദ് വായിച്ചേ. ഇമാദ്. ഇതെന്തേന്നു? വർ. വാ കഴിഞ്ഞിട്ട് വാ ഇർ. വർ. വർദി. വർദി. ഓക്കെ, ഈ വേർഡിന് പ്രത്യേകത ഉണ്ട്. എന്താന്ന് ശ്രദ്ധിച്ചു നോക്കിയോ? ഈ 3 ലെറ്ററിന് കണ്ട 4 ലെറ്ററും വെവ്വേറെ എഴുതിക്കുന്നുണ്ടോ? ഇത് ഒറ്റ വേർഡാണ്, പക്ഷെ 4 വെവ്വേറെ എഴുതിക്കണം അല്ലെ? എന്താ കാരണം? നമ്മള് വാവിന് ശേഷം വേറെ കൂട്ടി എഴുതൂല അല്ലെ? അതില്ല. റാക്ക് ശേഷം എഴുതൂല, ദാക്ക് ശേഷം. അപ്പൊ അതൊക്കെ ഒറ്റക്ക് എഴുതില്ലേ? പിന്നെ ലാസ്റ്റ് ഇത് ഒറ്റക്കായതുകൊണ്ട് യാ അങ്ങനെ എഴുതില്ലേ? യാക്ക് ശേഷം വേറെ ഒന്നുമില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുമായിരുന്നു അല്ലേ? അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വായിക്കാൻ കേട്ടാ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അല്ലേ? വർദി. 4 ലെറ്ററും വെവ്വേറെ എഴുതി അല്ലേ? ഒറ്റ വേർഡാണ് കേട്ടോ. ഇത് ഒറ്റ വേർഡാ. വായിച്ചു നോക്കിയേ. അല്ല, വാദി നീട്ടണം. ഓക്കെ, വെരി ഗുഡ്. വാദി. ഓക്കെ, വാദി. ഇതും അങ്ങനെ തന്നെ. ദാരി. ദാറി അല്ല, ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഫാത്തിമ എവിടെ പോയി? ദാറി അല്ല, ദാരി. താഴെ ഇകാരിട്ടാൽ നമ്മൾ രീ വായിക്കും. അപ്പൊ രീനെ നീട്ടുമ്പോ നമ്മൾ രീ വായിക്കും. ഓക്കെ, ഇവിടെ നോക്കിയേ. ദാല്, ദാ, അലിഫ്, റാ. ഇത് 3ഉം വെവ്വേറെ എഴുതിയില്ലേ? കൂട്ടി എഴുതിയില്ലല്ലോ. ദാരി. അപ്പൊ നിങ്ങൾ എഴുതുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് ദാരി. അല്ലെങ്കിൽ വേണ്ട, ഈ 3 ലൈനും മതി. ഇത് നമുക്കൊന്ന് വായിച്ചിട്ട് നിർത്താം കേട്ടോ. അല്ല, വർദ്ധ ഇന്ന് ഇപ്പൊ പഠിക്കണ്ട. അതിന്റെ താഴെ കുറച്ചും കൂടി ഇല്ല. നാളെ പഠിക്കാം കേട്ടോ. കുറച്ചുണ്ട്. നമുക്ക് ആദ്യം ഈ 3 ലൈന് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ഉറക്കെ വായിക്കാം. എല്ലാരും വായിക്കും. സൈനൊക്കെ പോയോ? അമീറ വായിച്ചേ. നാർ. വായിക്കുന്നുണ്ട്, എനിക്ക് കേൾക്കുന്നില്ല. നാർ. ബദർ. അടുത്തത് ദൗർ. ഞാൻ ആയിരുന്നു വായിക്കുന്ന മാത്രം എഴുത്ത് വായിക്കുന്നുണ്ടോ? ദിയാനെ. എവിടെ ദിയാന?
ദീൻ Nudiba. ദീനാണ്. ആരാണ് വായിക്കുന്നത്? Yadu. ആ നുദുബ് നുദുബ് നുദുബ്. ആ വെരി ഗുഡ്. ആ അടുത്തത് അതെ ഇമാദ് മോനെ ഭയങ്കര നീറ്റാക്കിട്ടാ. ഇമാദ് യൻബുതു Sa. യൻബുതു. ആ ഓക്കെ. ആ സൗബു Sa. സൗബു. Saubu. അടുത്തത് ആ നൗബു. Naubu. ആ അടുത്തത് യദീ. ആ അടുത്തത് Yardi. ആ വെരി ഗുഡ്. വായന കൈയെടുത്തി ഇമാദ്. ആ അടുത്തത് വായിക്ക്. ആ ആ വെരി ഗുഡ്. മാഷാഅല്ലാ മബ്രൂക്ക്. ആ എന്താ വായനേറ്റു Da. ആ Da. ദീ ദാരി. ഓക്കെ. Dari. ആ മാഷാഅല്ലാ മബ്രൂക്ക്. Dari. അപ്പൊ ഇൻഷാല്ലാ നിങ്ങൾ നാളെ ഒന്നും കൂടിയൊക്കെ പഠിച്ച ഭാഗങ്ങൾ വായിച്ചിട്ട് വരും കേട്ടോ. ഇനി ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ നാളെയും കൂടി വായിക്കുമ്പോൾ ഇൻഷാല്ലാ ക്ലിയർ ആവും. ആരൊക്കെ പോയേ? സൈന് പോയാ? ടാറ്റ ഒന്നും തരണ്ട. ടാറ്റ തരാൻ എന്താ ഉഷാറല്ലേ? Assalamualaikum. വാലേക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ നമുക്കിന്ന് നിർത്താം അല്ലേ? ഇനി ഇരുന്ന് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ ഇൻഷാല്ലാ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടിയൊക്കെ ഒന്ന് ഓർത്തിട്ട് നാളെ കാണാം ഇൻഷാല്ലാ. ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബറകല്ലാഹു ഫീക്കും. അസ്സലാം.